ഹായ് ഓൾ, ക്രാഫ്റ്റി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് എല്ലാവരും കാണുന്ന നാട്ടിൻപുറങ്ങളിലൊക്കെ പ്രത്യേകിച്ചും കാണുന്ന ഒരു പഴത്തിൻ്റെ ഒരു അച്ചാറിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത്തിപ്പഴം എന്നാണ് അച്ചാറിൻ്റെ പേര് വരുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ അച്ചാർ ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി, കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സാധാരണ കാണുന്ന ഈ അത്തിപ്പഴം വെച്ചിട്ടൊക്കെ അച്ചാർ ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അത്തിപ്പഴം അച്ചാർ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളത്തിൽ, ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുതിർത്ത് വെക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കുകയാണെങ്കിൽ കറൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അങ്ങനെ കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നോർമലി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എള്ളെണ്ണ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അതല്ല വെളിച്ചെണ്ണയും കുഴപ്പമൊന്നുമില്ല. അച്ചാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റിയായി കിട്ടാൻ വേണ്ടിയിട്ടും കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ആ എള്ളെണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എന്നുള്ളതാണ്. കറിവേപ്പിലേക്ക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വേണ്ട മസാലപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള അച്ചാർ പൊടി ചേർത്താൽ മതി. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള അച്ചാർ പൗഡർ വെച്ചിട്ടുണ്ടാക്കിയാലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂട്ടിച്ചേർക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി. നോർമലി അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെയധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിനാഗിരി ഉണ്ടല്ലോ, സുർക്ക എന്ന നാട്ടിൽ പറയാം. അപ്പോൾ വിനാഗിരി ഒരുപാട് അങ്ങ് യൂസ് ചെയ്യേണ്ട. അതിൻ്റെ എസെൻസ് നമ്മൾ ചൂട് വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്ക് എസെൻസ് ഒഴിച്ച് തിളപ്പിച്ചാറിയിട്ട് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വിനാഗിരിൻ്റെ ആ ഒരു ടേസ്റ്റ്, പുളിപ്പ് ഒന്നും അനുഭവപ്പെടില്ല. നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് അച്ചാറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അത്തിപ്പഴം അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ഇതുവരെ ആരും ഉണ്ടാക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.